السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികൾ, ഇന്ന് വെള്ളിയാഴ്ച രാവാണ് കടന്നു വന്നിട്ടുള്ളത്. ഇന്നത്തെ രാത്രിയിൽ നമുക്കെയും അധികരിപ്പിക്കേണ്ട ഒരു നന്മ, അത് സ്വലാത്ത് ധാരാളമായി ചൊല്ലുക എന്നുള്ളതാണ്. ഈ രാത്രികളിൽ, വെള്ളിയാഴ്ച ദിനങ്ങളിൽ കൂടുതൽ സ്വലാത്ത് ചൊല്ലാൻ ഓരോരുത്തരും ശ്രമിക്കണം. കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സ്വലാത്തുകൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന ഒരു നല്ല ദിവസമാണ്, നല്ല സമയമാണ് വെള്ളിയാഴ്ച ദിനം. അതുകൊണ്ട് അവിടത്തെ സന്തോഷിപ്പിക്കാൻ നമുക്കൊക്കെയും സാധിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നാദ്യം നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ദിനങ്ങളിൽ ചൊല്ലിവരുന്നത് പോലെ ആദ്യം ഇസ്തിഗ്ഫാറും പിന്നെ തഹ്ലീലും പിന്നെ സ്വലാത്തും, അത്ഭുതകരമായ സ്വലാത്ത്. ഒറ്റ സ്വലാത്തിൽ തന്നെ നൂറോളം ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടിത്തരുകയും അതിൽ 70ഓളം ആവശ്യങ്ങൾ ആഖിറത്തിന്റേതും 30ഓളം ആവശ്യങ്ങൾ ദുനിയാവിന്റേതും അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരുമെന്ന് മഹാന്മാർ പഠിപ്പിച്ച സ്വലാത്താണ്. ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ വരും നമ്മുടെ പാപങ്ങൾ മാത്രമല്ല, അല്ലാഹു തആല പുറത്തു തരുക. നമുക്കൊരുപാട് നേട്ടങ്ങൾ ലഭിക്കാൻ ഇസ്തിഗ്ഫാർ കാരണമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളൈഖിൻ മഖ്റജ വമിൻ കുല്ലി ഹമ്മിൻ ഫറജ വറസഖഹു മിൻ ഹൈതു ലാ യഹ്തസിബ്. ഒരാൾ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ അവന്റെ എല്ലാ പ്രയാസങ്ങളും, എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ തടസ്സങ്ങളും, എല്ലാ കുടുസുകളും, അവനിക്ക് ഞെരുക്കമായി വരുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല നീക്കി തരും. അതേപോലെ തന്നെ എല്ലാ ടെൻഷനുകൾ അല്ലാഹു തആല ദൂരത്താക്കും. അവൻ വിചാരിക്കാത്ത റൂട്ടിലൂടെ, മാർഗത്തിലൂടെ അവനിക്ക് അല്ലാഹു തആല റിസ്ക്, സമ്പത്ത്, ധനം, ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ആവശ്യം വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നുവോ അതെല്ലാം അല്ലാഹു തആല വീട്ടിക്കൊടുക്കും, അല്ലാഹു തആല സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. 33 തവണയാണ് ചൊല്ലുന്നത്. അത് ഇഖ്ലാസോടുകൂടെ തന്നെ ഏറ്റു ചൊല്ലുക. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. استغفروا ربكم إنه كان غفارا استغفر الله العظيم 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 جددوا إيمانكم ونفروا قلوبكم بقوله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا
محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. صل على جميع الأنبياء والمرسلين وعلى ملائكة المقربين وجميع عباد الله الصالحين والحمد لله رب العالمين. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. നാം ചൊല്ലിയ സ്വലാത്തും തഹ്ലീലും ഇസ്തിഗ്ഫാറും നീ സ്വീകരിക്കണം അല്ലാഹ്. എല്ലാവരും ഇഖ്ലാസോടുകൂടെ തന്നെ ആമീൻ ചൊല്ലണം. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം മനസ്സിൽ കരുതി നിങ്ങൾ ആമീൻ ചൊല്ലണം. ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ഒരു മജ്ലിസാണ്. കാരണം നാം ചൊല്ലിയത് സ്വലാത്താണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള മഹത്വമേറിയ ഒരു സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഒരു സ്വലാത്തിന് തന്നെ 30ഓളം ആവശ്യങ്ങൾ അല്ലാഹു തആല വീട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ 100ഓളം ആവശ്യം അതിൽ 70 ആഖിറത്തിൻ്റെതാണ്. അപ്പോൾ അതിൽ 100ഓളം ആവശ്യങ്ങൾ വീട്ടപ്പെടുമെന്ന് പറഞ്ഞാൽ 100 സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ ഏത് ആവശ്യവും അല്ലാഹു തആല വീട്ടും ഉറപ്പാണ്. നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ ആമീൻ ചൊല്ലി ഇരു മജ്ലിസിൽ എല്ലാവരും ഇരിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحم الراحمമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ സമദായ തമ്പുരാനെ, പടച്ചറബ്ബേ, നാം ചൊല്ലിയ സ്വലാത്തും ഇസ്തിഗ്ഫാറും തഹ്ലീലും നീ സ്വീകരിച്ച് നിസ്സല തവാബ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യന്മാർ, അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ മക്കൾ, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ സ്വഹാബുൽ കിറാം, അല്ലാഹുവേ, അവിടുത്തെ ഉപ്പാപ്പമാർ, ഉമ്മാമമാരുടെ ഹദറാത്തിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. സർവ്വ മഹാന്മാർ, സർവ്വ അംബിയ മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, പ്രത്യേകിച്ച് ഗൗസുൽ ആദം ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, അല്ലാഹുവേ, ശൈഖ് റിഫാഇ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, ശൈഖ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങളുടെ ഹദറത്തിലേക്കും, അല്ലാഹുവേ, സർവ്വ മഹാന്മാർ, സർവ്വ മഹത്തുക്കളുടെ ഹദറാത്തിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയ ഓരോ മുഅ്മിനാത്തുകളുടെ ഹദറാത്തിലേക്ക് ഇതിന്റെ തവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകൾ മഹാന്മാരുടെ ബറക്കത്ത് കൊണ്ട് നീ ഹസ്സലാക്കണം റഹ്മാൻ. സർവ്വവിധ പ്രശ്നങ്ങൾ, സർവ്വവിധ പ്രയാസങ്ങൾ നീ ദൂരീകരിച്ച് സന്തോഷമുള്ള ജീവിതം നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, വേണ്ടപ്പെട്ടവർ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, എല്ലാവരുടെ ഭാര്യ മക്കൾ, എല്ലാവരുടെ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. എല്ലാവിധ സർവ്വ പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ചെറുതും വലുതും രഹസ്യം പരസ്യം അറിഞ്ഞും അറിയാതും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ അവരുടെയും നമ്മുടെയും പാപങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. ബറക്കത്തുള്ള നല്ല ജീവിതം നൽകണം അല്ലാഹ്. നിന്റെ റഹ്മത്ത് നമുക്ക് നീ ചൊരിക്കണം റഹ്മാനെ. അല്ലാഹു, നിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മളിൽ നീ പതിയണം അല്ലാഹ്. അല്ലാഹു, നിന്റെ റഹ്മത്തിന്റെ നോട്ടം നമ്മളിൽ നോക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ മനസ്സ് നീ ശുദ്ധിയാക്കണം അല്ലാഹ്. ഇഖ്ലാസ് കൊണ്ട്, ഈമാൻ കൊണ്ട്, വറഅ് കൊണ്ട് നമ്മുടെ മനസ്സ് നീ നിറക്കണം റഹ്മാനെ. വിനയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, വിനയാൻവിതനായി, കിബറില്ലാതെ, ഹസദില്ലാതെ, ഗൈബത്ത് പറയാതെ, നമീമത്ത് പറയാതെ നല്ല നിലക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനെ. സർവ്വ പാവങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് നല്ലൊരു വ്യക്തി ജീവിതം നമുക്ക് നൽകണം അല്ലാഹ്. എല്ലാവിധ ഹറാമ് കാണുന്നതിന് തൊട്ട്, കേൾക്കുന്നതിന് തൊട്ട്, പ്രവർത്തിക്കുന്നതിന് തൊട്ട്, നടക്കുന്നതിന് തൊട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി നല്ല സംശുദ്ധ ജീവിതം ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സംശുദ്ധ ജീവിതം നമുക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഹറാമ് കാണുന്നവരാക്കല്ലേ അല്ലാഹ്. ഹറാമ് കേൾക്കുന്നവരാക്കല്ലേ അല്ലാഹ്. ഹറാമിലേക്ക് നടക്കുന്നവരാക്കല്ലേ അല്ലാഹ്. നല്ല ജീവിതം തരണം റഹ്മാനെ. ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്ന് ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്മാനെ. ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള മഹാഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ അപകടങ്ങളെ തൊട്ട്, പ്രയാസപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കണം റഹ്മാനെ. പെട്ടെന്നുണ്ടാകുന്ന അദാബുകളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മോശപ്പെട്ട മരണങ്ങൾ ഞങ്ങൾക്ക് വിധിക്കല്ലേ അല്ലാഹ്. മോശപ്പെട്ട മരണങ്ങൾ, കീരിമുരിക്കുന്ന മരണങ്ങൾ, ആത്മഹത്യ ചെയ്തുള്ള മരണങ്ങൾ, അല്ലാഹുവേ, അത്തരത്തിലുള്ള ദുഷിച്ച മരണങ്ങൾ ഞങ്ങൾക്ക് വിധിക്കല്ലേ അല്ലാഹ്. അത്തരത്തിലുള്ള മരണം നമുക്കാണ് സന്താനങ്ങൾക്കും മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും നീ വിധിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ധാരാളം നന്മകൾ ചെയ്യുന്ന നന്മകളിലെല്ലാം നമുക്ക് നീ ഇഖ്ലാസ് നൽകണം അല്ലാഹ്. ഭയഭക്തി നൽകണം റഹ്മാനെ. തഖ്വയിലായി ജീവിക്കാൻ അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് പ്രതീക്ഷിച്ച് ജീവിക്കാൻ, നിന്റെ അദാബിൽ പേടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ, ഹറാമുകൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ നിന്നെ പേടി വന്ന്, നിന്നെ പേടി തന്ന്, നിന്നോടുള്ള പേടി നമുക്ക് തന്ന് അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ.
തൗഫീക്ക് നൽകണം റഹ്മാൻ. നീ തൗഫീക്ക് നൽകണം റഹ്മാൻ. അല്ലാഹുവേ, രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നീ പൂർണ്ണ ശിഫ കൊടുക്കണമല്ല. ആജിലായ ശിഫ കൊടുക്കണമല്ല. പരിപൂർണമായ ശിഫ കൊടുക്കണം റഹ്മാൻ. എന്നേക്കുമുള്ള ശിഫ കൊടുക്കണമല്ല. പൂർണ്ണ ആഫിയത്ത് തിരിച്ചു കൊടുത്ത് പഴയതുപോലെ നിസ്കരിക്കാനും ആരാധിക്കാനും കുടുംബത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള തൗഫീക്ക് അവർക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. വല്ല രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അവകളെല്ലാം ചൊല്ലിയ സ്വലാത്തിന്റെ ദിക്റിന്റെ തഹ്ലീലിന്റെ ബറക്കത്തുകൊണ്ട് നീ ശിഫയാക്കണമല്ലോ. ആണുക്കളെയെല്ലാം നശിപ്പിച്ചു കളയണം റഹ്മാനെ. ശരീരത്തിൽ നിന്ന് എടുത്തു കളയണം റഹ്മാനെ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആരോഗ്യം ലഭിച്ച് നമുക്ക് നല്ല നിലക്ക് ജീവിക്കാൻ, നിന്നെ പേടിച്ച് ജീവിക്കാൻ നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. തൗഫീക്ക് നൽകണം റഹ്മാനെ. തൗഫീക്ക് നൽകണം അല്ലാ. ധാരാളം ഇൽമുകൾ പഠിക്കാൻ, അതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ, മറ്റുള്ളവർക്ക് ഇൽമെത്തിച്ചു കൊടുക്കാൻ, മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ധാരാളം സ്വലാത്ത് ചൊല്ലാനും മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാൻ. നീ തൗഫീക്ക് നൽകണം റഹ്മാൻ. റബ്ബേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്. ഖൈറായ നല്ല ബറക്കത്തുള്ള സന്തോഷം ലഭിക്കുന്ന, റാഹത്ത് ലഭിക്കുന്ന നല്ല വീട് നൽകണം റഹ്മാൻ. ഖൈറായ നല്ല വീട് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് എത്രയും പെട്ടെന്ന് കടങ്ങൾ തീർക്കാനുള്ള സഹിലായ വഴി നീ തുറന്നു നൽകണം റഹ്മാനെ. നീ തുറന്നു തരണം റഹ്മാനെ. സാമ്പത്തിക ശേഷി നൽകണമല്ല. മക്കളുടെ വിവാഹം, മക്കളുടെ കല്യാണം അടുത്തു, പക്ഷേ കയ്യിൽ തീരെ പണമില്ല. പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എത്രയും പെട്ടെന്ന് അതിന് വേണ്ട സാഹചര്യങ്ങളും പണം ലഭിക്കാനുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണമല്ല. നിന്റെ ഖജനാവ് വിശാലമായതാണ്. ഇവിടെ കോടീശ്വരനും പണം കൊടുക്കുന്നത് പാവപ്പെട്ടവനെ പാവപ്പെട്ടവനാക്കുന്നതും ദരിദ്രനാക്കുന്നതും എല്ലാം നീ തന്നെയാണ്. എല്ലാം നിന്റെ പരീക്ഷണ കേന്ദ്രമാണ് ദുനിയാവെന്നുള്ളത്. അല്ലാഹുവേ, നീ പണം തന്നു അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഖൈറായ നല്ല വീടും വാഹനവും തന്നനുഗ്രഹിക്കണം റഹ്മാനെ. വരുമാന മാർഗം നമുക്ക് നീ കാണിച്ചു തരണം റഹ്മാനെ. മറ്റുള്ളവരാളോടും ഒരു പൈസ പോലും വാങ്ങാതെ ഇസ്സത്തോടെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ നമുക്കാണ് സന്താനങ്ങൾക്കും ഭാഗ്യം നൽകണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിനു നീ ഭാഗ്യം നൽകണം റഹ്മാനെ. ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ബറക്കത്തുള്ള ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ, സ്വാലിഹത്തായ, ഹാഫിലീങ്ങളായ, ആലിമീങ്ങളായ നല്ല സന്താനങ്ങളെ നൽകണം റഹ്മാനെ. മാതാപിതാക്കൾക്കും ഉസ്താദന്മാർക്കും നന്മ ചെയ്യുന്ന, ഗുണം ചെയ്യുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവരുടെ പൊരുത്തം ലഭിക്കുന്ന, നേടുന്ന നല്ല നല്ല മക്കളെ നൽകണം റഹ്മാനെ. അതബുള്ള ചിട്ടയുള്ള നല്ല മക്കളെ നൽകണമല്ല. ബുദ്ധിശക്തി നൽകണമല്ല. ഓർമ്മശക്തി നൽകണമല്ല. രണ്ട് വിദ്യകൾ കരസ്ഥമാക്കാനുള്ള പാകത്തിലുള്ള നല്ല നല്ല ബുദ്ധി നൽകണം റഹ്മാനെ. ഓർമ്മശക്തി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരെയും നീ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ, വിവാഹപ്രായമെത്തി എത്ര യുവതി യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജനകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം അവർക്ക് നമുക്കെല്ലാം നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, മരണത്തിന്റെ മുമ്പ് ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ്
സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ. നീ വിധി കൂട്ടണമല്ലോ, വിധി കൂട്ടണം റഹ്മാനെ. അല്ലാഹുവേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ നല്ല ബറക്കത്തുള്ള നല്ല ജോലി നൽകണം റഹ്മാനെ. നല്ല ജോലി നൽകണം റഹ്മാനെ. നല്ല ജോലി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, മരണം ഖൈറാക്കുന്ന വേളയിൽ നമുക്കത് അറിയിച്ചു തന്ന മരണത്തിന് വേണ്ടി പൂർണ്ണമായും ഒരുങ്ങാനും എല്ലാ കടബാധ്യതകളെല്ലാം കൊടുത്തു വീട്ടി പൊരുത്തം ചോദിക്കേണ്ടവരോടെല്ലാം പൊരുത്തം ചോദിച്ച് മദീനയിലൊന്ന് മടങ്ങാനും അവിടെ ചെന്ന് ധാരാളം സ്വലാത്തും സലാമും മുത്തായ ഹബീബായ കരളിന്റെ കഷ്ണമായ തങ്ങളോടൊന്ന് ചൊല്ലാനും ഒടുവിൽ നമുക്കവിടുത്തെ ഭൂമുഖം കാണാനും അക്കണ്ട നിലയ്ക്ക് ലോകത്തുനിന്ന് വിട പറയാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. ജന്നത്തുൽ ബഖിയയിൽ പോയി കിടക്കാനുള്ള മഹാഭാഗ്യം നൽകണം അല്ലാഹ്. അവസരം നൽകണം റഹ്മാനെ. തൗഫീക്ക് നൽകണം റഹ്മാനെ. നമുക്കുള്ള ആവശ്യം, നമുക്കുള്ള ആഗ്രഹമാണ് റബ്ബേ, നീ വീട്ടിത്തരണം റഹ്മാനെ. നീ നിറവേറ്റി തരണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.